നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. 500 രൂപ കൈമടക്ക് കൊടുത്താൽ കിട്ടുന്നൊരു വക്കീലിനെ വെച്ച് സിമ്പിളായിട്ട് അവനെ പുറത്തിറക്കാം. പക്ഷെ എനിക്ക് സൗകര്യമില്ല. ഈ കേസിൽ നിന്ന് വരുൺ ഒരിക്കലും പുറത്തു വരാൻ പാടില്ലെന്ന് പ്രത്യേക നിർദ്ദേശം തന്നെ ഞാൻ DYSPക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്താ ചന്ദ്രേട്ടായി കാണിക്കുന്നത്? വരുണിനെ പുറത്തെത്തിക്കാൻ നിങ്ങളെ കൊണ്ട് ഇതുവരെ സാധിച്ചില്ലല്ലോ. അമ്മ അതും പറഞ്ഞ് ബഹളം വെച്ചോണ്ടിരിക്കുക. എന്തായി ചന്ദ്രശേഖര? വരുണിനെ എപ്പോ വിടാന്ന് അവര് പറഞ്ഞത്? അതെ അമ്മേ, ഈ അറസ്റ്റ് ചെയ്ത DYSP ആളൊരു കുഴപ്പക്കാരനാണ്. ആര് വിളിച്ചു പറഞ്ഞാലും അയാൾ തന്നിഷ്ടത്തിനെ കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ടാ അയാളുടെ തന്നിഷ്ടത്തിന് കാര്യങ്ങൾ വിട്ടുകൊടുത്താലേ വരുൺ നാളെ ജയിലിലേക്ക് പോവും. അതിന് സമ്മതമാണോ നിനക്ക്? കണിമംഗലത്ത് മകൻ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചുവെന്ന് നാട്ടുകാര് സംസാരിക്കാൻ തുടങ്ങിയ പിന്നെ ഈ നാട്ടില് നമ്മൾ ജീവിക്കുന്നതിൽ അർത്ഥമുണ്ടോ? അമ്മ വിഷമിക്കണ്ട. ഞാൻ എന്തായാലും ഇത് വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. വരുൺ പുറത്തു വരുന്നത് മാത്രമല്ല, ഇത്തരമൊരു കേസ് ചമച്ചുണ്ടാക്കി വരുണിനെ കസ്റ്റഡിയിലെടുത്തതിന് അയാളെ ശിക്ഷിച്ചാലേ എനിക്ക് സമാധാനം കിട്ടൂ. വാക്കുകളൊക്കെ നന്നാവുന്നുണ്ട്, പക്ഷേ അത് പ്രവൃത്തി കൂടി വേണം. ഒന്നും സംഭവിക്കാതെ വരുൺ എന്റെ മുമ്പിൽ തിരിച്ചെത്തിയിരിക്കണം. അത് നിന്നെ കൊണ്ട് സാധിക്കില്ലെങ്കിൽ അത് ഈ നിമിഷം നിനക്ക് എന്നോട് തുറന്നു പറയാം. കണിമംഗലത്ത് ആണുങ്ങൾ ഇറങ്ങിയാൽ മാത്രമല്ല കാര്യങ്ങൾ നടക്കുന്നത്. അമ്മ എങ്ങോട്ടും ഇറങ്ങണ്ട. ഏട്ടനില്ലാത്തപ്പോ കാര്യങ്ങൾ നോക്കേണ്ടത് എന്റെ ചുമതലയല്ലേ. കണിമംഗലത്തെക്കുറിച്ച് ആരും ദോഷം പറയില്ല. കണിമംഗലത്തെ ആർക്കും ദോഷം സംഭവിക്കുകയില്ല. വരുൺ അകത്ത് കിടക്കുന്നതിന്റെ കലി മുഴുവൻ മുത്തശ്ശി തീർക്കുന്നതേ എന്നോടാ. കാര്യമാക്കേണ്ട കൽപ്പനെ, കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ തന്നെ വരുന്നുണ്ടല്ലോ. അപ്പൊ അല്പം ക്ഷമയാവാം. ₹500 കൈമടക്ക് കൊടുത്താൽ കിട്ടുന്നൊരു വക്കീലിനെ വെച്ച് സിമ്പിളായിട്ട് അവനെ പുറത്തിറക്കാം. പക്ഷെ എനിക്ക് സൗകര്യമില്ല. ഈ കേസിൽ നിന്ന് വരുൺ ഒരിക്കലും പുറത്തു വരാൻ പാടില്ലെന്ന് പ്രത്യേക നിർദ്ദേശം തന്നെ ഞാൻ DYSPക്ക് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും അറിഞ്ഞ തളർന്നു കിടക്കുന്ന ഏട്ടനോ അതോ അമ്മയോ? തൽക്കാലം ആരും ചന്ദ്രശേഖരനെ മറികടക്കില്ല. ഈ കളി ഞാൻ ജയിക്കാൻ തീരുമാനിച്ചത്. അതാർക്കും തടയാൻ പറ്റില്ല. സമാധാനം കൊടുക്കണേ. എല്ലാം നേരിടാനുള്ള കരുത്ത് കൊടുക്കണേ. അച്ഛനെ ഞാൻ ദ്രോഹിച്ചുവെന്ന് ഈ ലോകം മുഴുവൻ ഒന്നിച്ചു നിന്ന് പറഞ്ഞാലും എൻ്റെ അച്ഛനത് വിശ്വസിക്കില്ല. അതെനിക്ക് ഉറപ്പാ.
രാധിക, എന്തുപറ്റി മോളെ? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ ഒരാളിങ്ങനെ മാറി നിന്ന് കരയോ? ഒന്നുമില്ലാഞ്ഞിട്ട. മോള് വാ, നമുക്ക് ഫിദ മാഡത്തിന്റെ അടുത്തേക്ക് പോവാം. വേണ്ട, ഇനി ഒരു കാര്യത്തിലും ഫിദ മാഡത്തിനെ ബുദ്ധിമുട്ടിക്കരുതെന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. അത് അതെന്താ? മോളുടെ കാര്യങ്ങൾ എന്നോടല്ലാതെ വേറെ ആരോട് പറയാനാ? ഞാൻ പറഞ്ഞില്ലേ, ഈ കണ്ണുകൾ ഇങ്ങനെ നിറയുന്നത് കാണാൻ എനിക്ക് പറ്റില്ലെന്ന്. മോളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പണത്തിന് ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചോ? ശ്ശോ. പിന്നെന്താ മോളെ? അത് വരുണിനെ പോലീസ് പിടിച്ചോണ്ടുപോയി. വരുണോ? ആരാ വരുൺ? അത് പ്രിയങ്കയുടെ ഭർത്താവാ, അനിയത്തിയുടെ. വരുൺ പാവ. വരുണിന്റെ അച്ഛന് സുഖമില്ല. അച്ഛനെ വരുൺ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പോലീസുകാര് വെറുതെ കള്ളം പറയുന്നതാ. വരുൺ വല്ലാതെ വിഷമിക്കുന്നുണ്ടാവും. മാഡം വിചാരിച്ച വരുണിനെ പുറത്തു കൊണ്ടുവരാൻ പറ്റുമോ? നോക്കാം മോളെ. ഞാൻ അച്ഛനെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോവാന്ന് വിചാരിച്ചതാ. പക്ഷെ അവിടെ ചെന്നാ നമുക്കാരും പരിചയമില്ല. മാത്രല്ല വരുൺ ഈ അവസ്ഥയിലിരിക്കുന്നത് എന്നെ കൊണ്ട് കണ്ടു നിൽക്കാനും പറ്റില്ല. ശരിക്കും പാവാ മാഡം. നോക്കാം മോളെ, നമുക്ക് നോക്കാം. ചേച്ചി കുട്ടികളുടെ കാര്യം നോക്ക്. ഞാൻ മോളെയും കൂട്ടി ഓഫീസിലേക്ക് പോവാ. വാ മോളെ, വാ. അതിപ്പോ അടുത്ത ആഴ്ചത്തേക്കാ പറഞ്ഞിരിക്കുന്നത്. ഒരു സെക്കൻഡ്, എനിക്കൊരു കോൾ വരുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. ആ സർ, ഗുഡ് മോർണിംഗ്. ഞാൻ ശ്യാമയാണ്, സിംഗർ. ഓ എന്താ മാഡം? റാം സാറിനൊന്ന് കിട്ടുമോ? ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അത് റാം സാറ് ഒരു അർജന്റ് മീറ്റിംഗിലാ, ഫോൺ എടുക്കാൻ പറ്റില്ല മാഡം. കാര്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞോളാം മാഡം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.